അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെ പരിഷ്കരണം. API മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ പരിഷ്കരണമാണ്, ഇന്ത്യയിൽ അടിയന്തരമായി നടപ്പാക്കപ്പെടേണ്ട രണ്ടാമത്തെ പരിഷ്കരണമാണ് ജുഡീഷ്യറിയുടെ പരിഷ്കരണം. നീതിന്യായ വ്യവസ്ഥ പരിഷ്കരിക്കപ്പെടണം. എന്തുകൊണ്ട്? നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്തെ ഈ മതേതരത്വത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സംഘപരിവാർ ശക്തികൾ മതേതര ഇന്ത്യയുടെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദ് തച്ചു തകർത്തപ്പോൾ, ഏകദേശം 4 നൂറ്റാണ്ട് കഴിഞ്ഞ് അതിന്റെ വിധി വന്നപ്പോൾ ആ കേസിന്മേലുണ്ടായ വിധി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്ത് നീതിന്യായ ബോധമാണ് നമുക്ക് ആ വിധിയിൽ കാണാൻ പറ്റുന്നത്. ബാബറി മസ്ജിദ് രാമജന്മഭൂമി കേസിന്റെ വിധി വന്നപ്പോൾ വെറും ഒരു ഒത്തുതീർപ്പ്, ഒരു സെറ്റിൽമെന്റ് ലോയായിട്ട് അധപ്പതിച്ചതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എന്താണ് ജുഡീഷ്യറിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ജുഡീഷ്യറിയിൽ വിശ്വാസമില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന, ഇന്ത്യൻ ഭരണഘടന സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഉറപ്പു നൽകുന്ന സംവരണത്തിന്റെ കാര്യത്തിലും ജുഡീഷ്യറിയുടെ നിലപാടുകൾ ഇതേ തന്നെയാണ്. കാരണം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് ഇന്ദിരാ സാഹ്നി കേസിലും കേശവാനന്ദ ഭാരതി കേസിലും മുൻ സുപ്രീം കോടതി ജഡ്ജിമാർ വിധിച്ചിട്ടുള്ളതാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് മാറ്റം വരുത്തിയിരിക്കുന്നു. കാരണം സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ, ചരിത്രപരമായ കാരണങ്ങളാൽ, സാംസ്കാരികപരമായ കാരണങ്ങളാൽ ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ, പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി ഭരണഘടനാ ശില്പികൾ മുന്നോട്ട് വെച്ച സംവരണം എന്ന അതിമഹത്തായ ഒരാശയം, പങ്കാളിത്തത്തിന്റെ ഏറ്റവും ആധുനിക രൂപം സംവരണം. സംവരണം എന്ന് പറയുന്നത് വെറും ഒരു ജാതിക്ക് ഉള്ള ഒരു അവകാശമല്ല, അത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിലാണ് സംവരണം ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 12 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളുകൾ മൗലിക അവകാശങ്ങളെ പ്രതിപാദിക്കുമ്പോൾ 16(4) വരുന്ന സംവരണം എങ്ങനെയാണ് മൗലിക അവകാശം അല്ലാതാകുന്നത്? നമുക്കറിയാം, 2019 ഫെബ്രുവരി 7-ാം തീയതി സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഉത്തരാഖണ്ഡിലെ ഒരു കേസ്, സംവരണവുമായി ബന്ധപ്പെട്ട് മുകേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്ത ഒരു കേസ്. അതായത് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ആ സംസ്ഥാനത്തെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ പ്രൊമോഷനിൽ പരിഗണിച്ചില്ല. ഈ മുകേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം സർക്കാരിനോട് ക്ലെയിം ചെയ്തു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 16(4)A പ്രകാരം സംവരണത്തിൽ പ്രൊമോഷൻ കൊടുക്കുവാൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ബാധ്യതയുണ്ട്, അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് കൊടുക്കാതിരുന്നപ്പോൾ മുകേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഹൈക്കോടതി ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് പുറത്തിറക്കിയ ആ പട്ടിക റദ്ദ് ചെയ്തുകൊണ്ട്, ആ ഗവൺമെന്റിനെ ആ പട്ടിക റദ്ദ് ചെയ്തുകൊണ്ട് മുകേഷ് കുമാറിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് സംവരണം, ഇന്ത്യൻ ഭരണഘടനയുടെ 16(4) പറയുന്ന സംവരണവും വിദ്യാഭ്യാസത്തിനും ഉദ്യോഗത്തിനുമുള്ള സംവരണവും 16(4)A പറയുന്ന ഉദ്യോഗത്തിൽ പ്രൊമോഷനുള്ള അവകാശവും ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി മുകേഷ് കുമാർ അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു. പക്ഷേ പിന്നെ നമ്മൾ പരിശോധിക്കണം ജുഡീഷ്യറിയുടെ വിശ്വാസ്യത അവിടെയാണ് നമ്മൾക്ക്. അല്ലെങ്കിൽ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായ വിധികളുണ്ടാകുന്ന ഇടപെടലുകൾ പിന്നെയും വന്നു. ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. കേസ് സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരാഖണ്ഡ് ഹൈക്കോടതി മുകേഷ് കുമാറിന് അനുകൂലമായി സംവരണം മൗലിക അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് വിധി പുറപ്പെടുവിച്ച അതേ വിധി സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ സംവരണം ഉദ്യോഗത്തിൽ പ്രൊമോഷൻ മൗലിക അവകാശം അല്ലെന്ന് മാത്രമല്ല, സംവരണം പോലും മൗലിക അവകാശമല്ലെന്ന വളരെ വിചിത്രമായ ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും 2019 ഫെബ്രുവരി 7-ാം തീയതി നമുക്ക് ഉണ്ടായത്. ഇതെന്തുകൊണ്ടാണ്? ഭരണഘടനാ വിരുദ്ധമായ ഈ വിധികൾ എങ്ങനെ ഉണ്ടാകുന്നു സുപ്രീം കോടതിയിൽ? API സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം സുപ്രീം എന്ന് പറയുന്നത് സുപ്രീം കോടതിയല്ല. സുപ്രീം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ജനങ്ങൾക്കും ഏറ്റവും പരമപ്രധാനം ഇന്ത്യൻ ഭരണഘടനയാണ്. ഗവൺമെന്റുകൾക്ക് പരമപ്രധാനം ഭരണഘടനയാണ്. സുപ്രീം കോടതിക്ക് പോലും സുപ്രീം ആയിട്ടുള്ളത് ഭരണഘടനയാണ്. പിന്നെങ്ങനെയാണ് ഈ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് യോജിക്കാത്ത തരത്തിലുള്ള ഈ വിധി?
അടിക്കടി സുപ്രീം ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് API ആവശ്യപ്പെടുന്നത് സമഗ്രമായ ഒരു ജുഡീഷ്യൽ പരിഷ്കരണം ആവശ്യമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യൽ സിസ്റ്റം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വളരെ വിചിത്രമായ രസകരമായ ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ജുഡീഷ്യറിയെ കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലൂടെയാണ് ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഭരണഘടനയുടെ വലുപ്പം കൊണ്ടും ഭരണഘടനയുടെ ആശയം കൊണ്ടും അത് നമ്മുടെ ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഈ ജനാധിപത്യത്തെ നിർണയിക്കേണ്ട, ജനാധിപത്യത്തിന് അനുകൂലമാകുന്ന തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട പരമോന്നത കോടതികൾ ഭരണഘടനയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് ഇതാണ് കാരണം അവിടെ ജനങ്ങളുടെ ജനാധിപത്യം എന്ന് പറയുന്നത്, ഡെമോക്രസി എന്ന് പറയുന്നത് ജനങ്ങളുടെ അധികാരമാണ്, ജനങ്ങൾക്കാണ് അധികാരം. പക്ഷേ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ജനങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകൾക്കാണ് പരമാധികാരം. പക്ഷേ സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതികളുടെ ജഡ്ജിമാരെയും എങ്ങനെയാണ് നിയമിക്കുന്നത്? കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്ന ലോകത്ത് അധികം രാജ്യങ്ങളിൽ ഇല്ലാത്ത ഒരു സമ്പ്രദായം, ജനാധിപത്യ രാജ്യങ്ങളിൽ ഇല്ലാത്ത ഒരു സമ്പ്രദായം, വികസിത രാജ്യങ്ങളിൽ ഇല്ലാത്ത ഒരു സമ്പ്രദായം, കൊളീജിയം സിസ്റ്റം. എന്താണ്? ഒരു ജഡ്ജിമാർ വേറെ ജഡ്ജിയെ സെലക്ട് ചെയ്യുന്നു, ഒരു ജഡ്ജി വേറെ ജഡ്ജിയെ നിയമിക്കുന്നു. ഇതെന്തൊരു ജനാധിപത്യമാണ്? ജഡ്ജിയെ തെരഞ്ഞെടുക്കുന്നു, ജഡ്ജിയെ നിയമിക്കുന്നു, ഗവൺമെന്റ് സൈൻ ചെയ്തു കൊടുക്കുന്നു, ഗവൺമെന്റ് ഓർഡർ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തെ കൊളീജിയം സിസ്റ്റത്തിന്റെ കുഴപ്പം. അതിൽ ജനാധിപത്യം ഇല്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ജനാധിപത്യം എന്ന് പറയുന്നത് പങ്കാളിത്തമാണ്. ഏതൊരു തരത്തിലും പങ്കാളിത്തമാണ്. പങ്കാളിത്തമില്ലാതെ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ കോടതികളിൽ ജനാധിപത്യ വിരുദ്ധമായ സ്വഭാവം ഉണ്ടാകുന്നത്. ജനാധിപത്യ വിരുദ്ധമായ വിധികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അധികാരം കേന്ദ്രീകരിക്കുകയാണ്. ചില സമൂഹത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണ്. കാരണം ജുഡീഷ്യറിയിലും ഉന്നത ജുഡീഷ്യറികൾ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും ഭരണഘടന മൗലിക അവകാശമായി പറയുന്ന സംവരണം അപ്ലൈ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 312 ആർട്ടിക്കിൾ അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന ഉള്ള പ്രൊവിഷനാണ് ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ്. ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അത് ഭരണഘടന ഉള്ള കാര്യം ഒഴിവാക്കുകയും ഭരണഘടന ഇല്ലാത്ത കാര്യം മുട്ടാത്തർക്കങ്ങളും മുടന്ത ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ച് ഭരണഘടന ഇല്ലാത്ത കാര്യങ്ങൾ സുപ്രീം കോടതി വിധികളാക്കുകയും പിന്നീട് അത് നിയമമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ടാണ് API പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറി സമഗ്രമായി, വെറും പരിഷ്കരണമല്ല, സമഗ്രമായി പരിഷ്കരിക്കപ്പെടണം. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും നീതിയും എല്ലാവർക്കും എന്ന് പറയുന്ന ആശയം, അത് നടപ്പാക്കണമെങ്കിൽ ആ ഭരണഘടനയിൽ ചില ഭേദഗതികൾ ആവശ്യമാണ്. അത്തരം ഭേദഗതികൾ അടങ്ങുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടിയാണ് അംബേദ്കറൈറ്റ് പാർട്ടി. അത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ജുഡീഷ്യറിയുടെ സമഗ്രമായ പരിഷ്കരണം, കൊളീജിയം സിസ്റ്റം മാറ്റി ഓൾ ഇന്ത്യ സിവിൽ സർവീസ് കമ്മീഷൻ, ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കണം. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കണം. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ജില്ലാ കളക്ടർമാരെ നിയമിക്കുന്നത്. ജില്ലാ കളക്ടർമാരെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ് എന്ന് പറയുന്ന അതിന്റെ ഭാഗമായിട്ടാണ് കളക്ടർമാർ. അവർ BA പാസ്സായി, അത് കഴിഞ്ഞ് അവർ IAS പഠിക്കുന്നു, അതിൽ IAS പരീക്ഷ എഴുതുന്നു, അതിൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നു, അതിൽ റാങ്ക് ലിസ്റ്റിൽ മുകളിൽ വരുന്ന ഉദ്യോഗാർത്ഥികളെ അവർ IAS കൊടുക്കുന്നു, അതിൽ തന്നെ സീനിയർ ആയിട്ടുള്ളവരെ കളക്ടറാക്കുന്നു, മറ്റ് സ്ഥാപനങ്ങളുടെ മേധാവികളാക്കുന്നു. പക്ഷെ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം എങ്ങനെയാണ്? ഒരു വക്കീലാക്കി കഴിഞ്ഞാൽ, ഒരു വക്കീലിന് 10 വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ മുകളിലിരിക്കുന്ന ജഡ്ജിയുടെ ആശീർവാദം മാത്രം മതി. ചിലപ്പം എന്തെങ്കിലും ഒരു പരിചയം മതി, അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഒരു മുകളിലാണെന്നുള്ള തോന്നൽ മതി. മുകളിലത്തെ ജഡ്ജിയുടെ ആശീർവാദം ഉണ്ടെങ്കിൽ 10 വർഷം പ്രാക്ടീസ് ആയ ഒരു വക്കീലിന് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിയാകാം. അത് പാടില്ല. അവരെ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസ് കമ്മീഷന്റെ ഭാഗമായി അവിടെ നിയമനം നടത്തണം. ആ നിയമനത്തിൽ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ പറയുന്ന സംവരണം ഉൾപ്പെടുത്തണം. അതാണ് കണ്ണിങ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ ജുഡീഷ്യറിയിൽ ഉന്നത നീതിന്യായ വ്യവസ്ഥകളിൽ പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ വിധികൾ ഉണ്ടാകുന്നത്. അവിടെ സംവരണം ഏർപ്പെടുത്തണം. അതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. ആ സംവരണത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഇപ്പോൾ ബ്രാഹ്മണനും വൈശ്യനും
അല്ലെങ്കിൽ ബലിയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറി എങ്ങനെയാണ് അവിടെ നീതിന്യായ ബോധം ഉണ്ടാകുന്നത്? അവർക്ക് എങ്ങനെയാണ് ഭരണഘടനയോട് പുലർത്താൻ കഴിയുന്നത്? അവിടെ ജനാധിപത്യ സ്വഭാവം കൈവരിക്കണം. എല്ലാവരുടെയും പ്രാതിനിധ്യം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ എന്നിവർക്ക് ഭരണഘടനാ ഭേദഗതിയിലൂടെ സംവരണം നടത്തണമെന്ന് API ആവശ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള സമഗ്രമായ ജുഡീഷ്യൽ പരിഷ്കരണം API ആവശ്യപ്പെടുന്നത് ഇത്തരം അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി. ഇവിടെ ഉദ്ഘാടക പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഒരു അംബേദ്കറൈറ്റ് വിപ്ലവം ഇന്ത്യയിൽ സംജാതമാക്കുവാൻ, ഇന്ത്യയിലെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ അത് ആ ആശയം പിൻപറ്റുന്ന ഒരു സംവിധാനം, ഒരു അംബേദ്കറൈറ്റ് റവല്യൂഷൻ, അതാണ് API മുന്നോട്ട് വെക്കുന്നത്. അംബേദ്കറൈറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബാബാ സാഹേബ് അംബേദ്കറുടെ ആശയങ്ങളിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വങ്ങൾക്ക് അനുസരിച്ച് രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അത് അന്തർദേശീയ മനുഷ്യാവകാശങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതാണ് API. കാരണം ഇവിടെ ഉദ്ഘാടക പ്രസംഗം സൂചിപ്പിച്ചതുപോലെ അന്തർദേശീയ മനുഷ്യാവകാശങ്ങൾ പാർട്ടിയുടെ നയമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടിയാണ് API. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്നത് പോലെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി എല്ലാവർക്കും എത്തുക എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന കാര്യം. അതായത് ഭരണഘടനയുടെ തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അംബേദ്കറൈറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനങ്ങൾ ദുർബലപ്പെടുമ്പോൾ, നമ്മുടെ രാജ്യത്ത് പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വില കൽപ്പിക്കാതെ അഴിമതി നിറഞ്ഞ ഭരണവും അഴിമതിയും സ്വജനപക്ഷപാതവും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭരണം നടത്തുന്ന ഈ കപട രാഷ്ട്രീയ പ്രവർത്തനത്തിന് അറുതി വരുത്തുവാൻ ഒരു പുതിയ രാഷ്ട്രീയം ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിൽ യശസ്സുയർത്തിയ ബാബാ സാഹേബ് അംബേദ്കറുടെ ഐഡിയോളജി വെച്ച് പ്രവർത്തിക്കുന്ന അംബേദ്കറൈറ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിലും ഇന്ത്യയിലും അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനം അതിന്റെ ഒരു തുടക്കത്തിന്റെ ഭാഗമായുള്ള പ്രചരണമാണ്. വരും കാലങ്ങളിൽ APIയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വിവേചനങ്ങളില്ലാതെ അതിർവരമ്പുകളില്ലാതെ മനുഷ്യൻ എന്ന പരിഗണന കൊണ്ട് മാത്രം, അതായത് മനുഷ്യനാണ് അടിസ്ഥാനം, ആദ്യം മനുഷ്യനാണ്, അവസാനവും മനുഷ്യനാണ്, എപ്പോഴും മനുഷ്യനായി തന്നെ ഇരിക്കണം. ആ മാനുഷിക അവസ്ഥ ലഭിക്കാതെ വരുന്നവർക്കുള്ള പരിഗണനയാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് മനുഷ്യനാണ്, മനുഷ്യന്റെ അവകാശമാണ്, ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശമാണ്. ആ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയാണ് അംബേദ്കറൈറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നിലകൊള്ളുന്നത്, പ്രവർത്തിക്കുന്നത്.